നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ രണ്ട് വമ്പന്മാരായ എയർ ഇന്ത്യയും ഇൻഡിഗോയും ഒരേ സമയം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെറും ഒരു മാസത്തിനുള്ളിൽ എയർ ഇന്ത്യയുടെ ക്യാമ്പയിൻ വിൽസണും ഇൻഡിഗോയുടെ പീറ്റർ എൽബേഴ്സും തങ്ങളുടെ CEO സ്ഥാനങ്ങളിൽ നിന്ന് പടിയിറങ്ങി. വ്യോമയാന മേഖലയിലെ അശ്രദ്ധകൾക്ക് നൽകേണ്ടി വരുന്ന വില എത്രത്തോളമാണ് എന്ന് ഈ രാജ്യങ്ങൾ അടിവരയിടുന്നു. ഇൻഡിഗോയുടെ കാര്യത്തിൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് വലിയൊരു തകർച്ചയിലേക്ക് നയിച്ചത്. 2025 ഡിസംബറിൽ മാത്രം കമ്പനിയുടെ വിപണി മൂല്യത്തിൽ 37,000 കോടി രൂപയുടെ ഇടിവുണ്ടായി. വിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടിയിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ട സംഭവങ്ങൾ, ജീവനക്കാരുടെ ഇടയിലെ അതൃപ്തി, സുരക്ഷിതമല്ലാത്ത റോസ്റ്ററുകൾ എന്നിവയെല്ലാം പീറ്റർ എൽബേഴ്സിന് തിരിച്ചടിയായി. പ്രധാനമായും പൈലറ്റുമാരുടെയും ജോലി സമയവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇൻഡിഗോ മാനേജ്മെന്റ് പരാജയപ്പെട്ടു. കൃത്യമായ ആസൂത്രണമില്ലാത്ത സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ 4,500 മുതൽ 5,500 വരെ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. പൈലറ്റുമാരുടെ കടുത്ത തളർച്ചയും ജോലിഭാരവും സുരക്ഷാ ഭീഷണിയാണ് എന്ന് വിസിൽ ബ്ലോവർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും മാനേജ്മെന്റ് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇത് DGCAയുടെ കടുത്ത നടപടികൾക്കും പീറ്റർ എൽബേഴ്സിന്റെ രാജിക്കും കാരണമായി. ഡേറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ ഏറ്റെടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ വിഹാൻ AI എന്ന പേരിൽ ആരംഭിച്ച 5 വർഷത്തെ പരിവർത്തന പദ്ധതി വിചാരിച്ചത്ര ഗുണം ചെയ്തില്ല. 2025 ജൂണിൽ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ 260 പേർ മരിച്ചത് മാനേജ്മെന്റിനെ പ്രതിരോധത്തിലാക്കി. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എയർ ഇന്ത്യ മറ്റ് വിമാന കമ്പനികളെക്കാൾ മുന്നിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. 2025 ജനുവരി മുതൽ പരിശോധിച്ച വിമാനങ്ങളിൽ ഭൂരിഭാഗത്തിലും ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തി. കൂടാതെ ഡേറ്റ ഗ്രൂപ്പ് പഴയ പരിചയസമ്പന്നരായ ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഒരു വലിയ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. ഇത് അനുഭവപരിചയമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവത്തിന് കാരണമാവുകയും പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ ക്യാമ്പൽ വിൽസൺ പുറത്തു പോകേണ്ടി വന്നത്. വ്യക്തിപരമായ വീഴ്ചകൾക്ക് പുറമെ ഇന്ത്യയിലെ വ്യോമയാന മേഖലയെ കാലഹരണപ്പെട്ട നിയമങ്ങളാലും ബ്യൂറോക്രസിയുടെ അനാവശ്യ ഇടപെടലുകളാലും വീർപ്പുമുട്ടുകയാണ്. വ്യോമയാന മേഖലയെക്കുറിച്ച് അടിസ്ഥാന അറിവ് മാത്രമുള്ള ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ നിയോഗിക്കുകയും അവർക്ക് അർഹമായ വേതനം നൽകുകയും ചെയ്താൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയൂ. എയർ ഇന്ത്യയും ഇൻഡിഗോയും ഇപ്പോൾ തങ്ങളുടെ പുതിയ സാരഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. യാത്രക്കാരുടെ വിശ്വാസം തിരിച്ചുപിടിക്കുകയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത് പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയും.